പിന്നെ ഹിയാണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അതല്ലേ. ഞാൻ വെറുതെ കാണിച്ചതാക്കി. അത് പറഞ്ഞിട്ട് കാണിച്ചല്ല. അല്ല, വെറുതെ എൻ്റെ വെറുതെ കാണിച്ച. ഒരു പ്രാവശ്യം കാണിച്ചപ്പോൾ ദിലീപിനെ പ്രതികരിച്ചപ്പോൾ സാർ അത് നടത്തി. ലാൽ സാർ എന്നോട് ചോദിച്ചു, ഇതെപ്പോൾ ഫോണിലാണല്ലോ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സാർ ഇങ്ങനെ മദ്രാസ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാർ ശങ്കർ സാറിൻ്റെ മാനേജരൊക്കെ എന്നെ വിളിക്കേണ്ട കാര്യമില്ല. ആ വയനാട്ടിൽ നിന്ന് ഞാൻ 100 രൂപയും കൊണ്ടുവന്നാ, അതുകൊണ്ട് എനിക്കൊന്നുമില്ലെന്ന്. സാർ തിരക്കഥാകൃത്താണ്. മുട്ടയിൽ വരെ ഡയലോഗ്, അതൊക്കെ സ്ക്രിപ്റ്റ് ഓൺ സ്ക്രിപ്റ്റ് പരിപാടിയാണല്ലേ. മുട്ടയിൽ വരെ ഡയലോഗ് തിരക്കഥാകൃത്താണെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ഓക്കെ, സാറ് കഥാകൃത്താണോ? മുട്ടയിൽ വരെ ഡയലോഗ് കൊണ്ടേ പുഴുങ്ങി തരണോ? ISI മുദ്രയുള്ള ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരുന്നു. അതിന് അടയ്ക്കാൻ വെച്ച ഫീസൊക്കെ എടുത്ത് നാടകത്തിന് ഇറക്കി. അതൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടൻ എന്താ പറയാൻ പോകുന്നത് ലാലേട്ടന് മുൻപ് അറിയില്ല. മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ല്. ലാലേട്ടനുണ്ട് ചുമ്മാ ഇരടെ ഒരാളെ ഇങ്ങനെ പ്രാവല് സാർ നീ ഒരാളായിട്ട് ചുമ്മാ പടത്തിൽ പ്രിയസാറിൻ്റെ പടത്തിൽ പ്രിയസാർ ആദ്യം അപ്പം വേണ്ട, അവൻ ഈ താടി വെച്ചിട്ടാണ് ഞാൻ വേഷം ചെയ്യാനുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് ലാലു ആണ് ഒരിക്കൽ പറഞ്ഞത്, നിനക്ക് മാനേജർ പണി ചെയ്താൽ സിനിമയിൽ രക്ഷപ്പെടാൻ പറ്റും കേട്ടോ, നീ ഒന്ന് ആലോചിക്കാൻ പറ്റും. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മിമിക്രി എത്തിപ്പോയി. ഞാൻ ഫസ്റ്റ് കാണാണ് ഇങ്ങനെ ഒരു കലാരൂപം. അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ മമ്മൂക്കയൊക്കെ അനുകരിക്കുന്നത് കേൾക്കുന്നത്. ജോഷി സാറിൻ്റെ പടത്തിൽ ഞാൻ മുഴുവൻ വേഷം ചെയ്തിട്ടുണ്ട്. ജന്മം അത് ഇറങ്ങിയിട്ടില്ല. അതിറങ്ങിയില്ല. അതിൽ ഞാൻ ത്രൂ ഔട്ട് സുരേഷ് ആയിട്ട് വലങ്കയായിട്ട് ഫൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ സാർ പറഞ്ഞതാ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. വെൽക്കം നന്ദു പൊതുവാൾ. നന്ദു ചേട്ടാ, സ്വാഗതം. നമസ്കാരം. എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ഒരു തസ്തികയിൽ കേരളത്തിലെ ഇന്നോളം അറിയപ്പെട്ട ചുരുക്കം ചില വ്യക്തികളിൽ ഏറ്റവും ഫേമസ് ഒരു ചേട്ടനായിരിക്കും. ഒരുപാട് പേരുണ്ട് അന്നോട്ടെ. എന്നാലും നമ്മളിപ്പോൾ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ആൾക്കാർ അറിയപ്പെടുന്ന അത്രയും പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ അറിയപ്പെടും. പ്രത്യേകിച്ചൊരു പ്രൊഡക്ഷൻ കൺട്രോളർ തസ്തികയിലിരിക്കുന്ന അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് സാധാരണക്കാർക്ക് ഒരുപക്ഷെ ഈ ഒരു കാലഘട്ടത്തിലായിരിക്കും മനസ്സിലായി തുടങ്ങിയത്. സിനിമാക്കാർക്കേ അത് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ. ഈ അവരുടെ പുറകിലുള്ളവരെ സിനിമ ചെയ്യുന്നവർക്കറിയാം. അതെ, ഈ സാധാ പബ്ലിക്കിന് അറിയില്ല എന്താണ് അവരുടെ ജോലിയൊന്നും അറിയില്ല. ഞാൻ ഈ ഒരു സിനിമ ഒരു 7 കോടി രൂപ ബഡ്ജറ്റ് ഇടുന്നു. അത് 7 കോടി മിക്ക സിനിമകളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ചൊരു അങ്ങോട്ടും ഒക്കെ ഒരു മാറാം എന്ന് പറഞ്ഞ ഒരിക്കലും തീരാറില്ല. വളരെ തീർന്ന പടങ്ങളും ഉണ്ട് കേട്ടോ. ഒരു സിനിമ 7 കോടി ബഡ്ജറ്റ് ഇടുന്നു. അതൊരു 7 കോടി നിർത്തണം, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 8 രൂപ അതിന് മുകളിൽ പോകാറുണ്ട എന്ന് തീരുമാനിക്കുന്നത് ഒരു കൺട്രോളറുടെ ജോലി. എവിടേക്കായിരിക്കും അദ്ദേഹം കൂടുതൽ പിടിക്കേണ്ടത്? പേയ്മെൻറ്റുകളിൽ നമ്മൾ 7 കോടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതെങ്ങനെ 6 കോടിയിൽ തീർക്കാൻ പറ്റുമെന്നുള്ളത് ആദ്യം ചിന്തിക്കും. എവിടെയൊക്കെ ചവിട്ടാം, പക്ഷെ കുറയ്ക്കാൻ പറ്റും. ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ ഫിക്സ് ആണെങ്കിലും ബന്ധങ്ങൾ വെച്ചിട്ട് നമുക്ക് അവിടെയൊക്കെ കുറച്ച് ഡിസ്കൗണ്ട് വാങ്ങിക്കാം. പിന്നെ ലൊക്കേഷൻ ഹണ്ടി, അത് പരിചയവും അതൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് അവിടെയൊക്കെ ഒന്ന് ചവിട്ടുക. മാക്സിമം ഷൂട്ടിംഗ് ഡേറ്റ്സ് കുറയ്ക്കാൻ നോക്കുക. അവിടെയാണ് കൂടുതൽ. കാരണം ഒരു ദിവസം മിനിമം 3 രൂപ 4 രൂപ 5 രൂപ വരെ വരും. അത് 25 ദിവസം പ്ലാൻ ചെയ്തത് 22 ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 20 ദിവസം കൊണ്ട് തീർക്കുകയാണെങ്കിൽ 5 ദിവസത്തെ റേറ്റ് ലാഭമല്ലേ? ശരിയാണ്. അതാണ് മാക്സിമം അതിലെല്ലാം ശ്രദ്ധിക്കുക. ഈ ഒരു ഏരിയയിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. പല പടങ്ങളും വലിയ വിവാദമാകുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ 7 കോടിക്ക് പറഞ്ഞ പടം 12 കോടിയായി, അല്ലെങ്കിൽ 18 കോടിയായി. എത്ര ഷൂട്ട് ചെയ്തിട്ടും തീരുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? അല്ല, നമുക്കങ്ങനെ നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ജോഷി സാർ, പ്രിയദർശൻ സാർ, അവരൊക്കെ ഒരു റാഫി മെക്കാട്ടിന്, അവരൊക്കെ എന്ന് വെച്ചാൽ ഒരു ഡേറ്റുകൾ തീരുമാനിച്ച ആ ഡേറ്റിനുള്ളിൽ തീർക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അനുഭവത്തിൽ പോയിട്ടില്ല. ഓക്കെ. ഈ ദിലീപ്, നാദിർ ഷാ, ദിലീപിൻ്റെ അവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് ചേട്ടൻ്റെ കരിയറിൽ ഒരുപാട് നിർണായക സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. എത്രത്തോളം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ? അവരില്ലായിരുന്നുവെങ്കിൽ, അവരുടെ സ്വാധീനം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ മറ്റൊരു വഴിയായി ഞാൻ കാരണം വെച്ചാൽ ഞാൻ സിനിമ മനസ്സിനകത്തുണ്ട്. മിമിക്രിയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഞാനായിരിക്കും മിക്കപ്പോഴും ട്രൂപ്പിൻ്റെയൊക്കെ ലീഡിങ് മാനേജർ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓഡിയോ വീഡിയോ കാസറ്റുകളാക്കാൻ തുടങ്ങി. ഓഡിയോ കാസറ്റ് വീഡിയോ വിഷ്വലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിന് ആൾക്കാർ വേണമല്ലോ. അതിൻ്റെ കോർഡിനേഷനും എന്നിലാണ് ഏൽപ്പിച്ചിരുന്നത്.
ആ ഒരു വളർന്നു വന്നപ്പോഴേക്കും ദിലീപൊക്കെ സിനിമയിലെത്തി, ഓക്കെ. സജീവമായി. ലാൽ ജോസൊക്കെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളാണ്. അത് ആദർശം അങ്ങനെ പതുക്കെ വരുന്നു. ദിലീപാണ് ആദ്യം നമ്മുടെ നിന്ന് പോയത്. ഞങ്ങളെല്ലാവരും കൂടെ ഒരു സിനിമ ചെയ്തിട്ടുമുണ്ട്. അതിൽ ദിലീപ് ഉണ്ടായിരുന്നില്ല, ഞാൻ അഭി ഒക്കെ വെച്ച് മിമിക്സ് ആക്ഷൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ലാലു ആണ് ഒരിക്കൽ പറഞ്ഞത്, നിനക്ക് മാനേജർ പണി ചെയ്താൽ സിനിമയിൽ രക്ഷപ്പെടാൻ പറ്റുമല്ലോ, നീ ഒന്ന് ആലോചിക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ആലോചിച്ചിട്ട് എന്ത് കാര്യം, ആരെങ്കിലും വിളിക്കണ്ടേ, നീ ദിലീപിനോടൊന്ന് പറയുന്നു. ദിലീപ് വന്ന് സല്ലാപമൊക്കെ കത്തിരിക്കുന്ന സമയം. അപ്പോൾ ഞാൻ ദിലീപിനോട് എന്തെങ്കിലും പറയുന്നുണ്ട്, അപ്പോൾ നോക്കട്ടെ ഞാൻ പറയാം. ഇത് എടുത്തിയാടിയല്ല, നോക്കട്ടെ, കൊണ്ടുപോകുമ്പോൾ നല്ലൊരാളെ അടുത്താക്കണ്ടേ, നോക്കട്ടെ. അത് ദിലീപാണ് എന്നെ സെവനാർട്സ് മോഹനേട്ടൻ്റെ അടുത്ത് ഏൽപ്പിക്കുന്നത്. അതിന് ആദ്യത്തെ പടം ലേലം, സൂപ്പർ ഹിറ്റ് പടം ചെയ്യാനും സാധിച്ചു. അവിടെ നിന്നാണ് ഇതൊക്കെ നമുക്ക് കയറാൻ പറ്റിയത്. കൺട്രോളറായിട്ട് ലേലം ആദ്യം മാനേജർ, കൺട്രോളർ സെവനാർട്സ് മോഹനേട്ടനാണ്. ഓക്കെ ഓക്കെ. ശരിക്കും അഭിനയിക്കാനാണല്ലോ ചേട്ടൻ ആഗ്രഹം വന്നപ്പോൾ ഇത്രയും വർഷം എടുത്തു ഇങ്ങനെ ബ്രേക്ക്. എന്നാൽ ചേട്ടനെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഞാൻ എല്ലാ മിക്ക പടങ്ങളിലും ചെയ്ത പടങ്ങളിലെല്ലാം ഓൾമോസ്റ്റ് ഹിറ്റ് ആണല്ലേ? എല്ലാം ഹിറ്റാണ്. മാത്രമല്ല വേഷങ്ങളും എല്ലാവരും ശ്രദ്ധിക്കുക വേഷങ്ങളായിരുന്നു. ചെറുതാണെങ്കിലും പ്രിയൻ സാറിൻ്റെ പടത്തിലും ജോഷി സാറിൻ്റെ പടത്തിലൊക്കെ ചെറുതാണെങ്കിലും ജൂനിയർ ആൻ്റണിയുടെ എല്ലാ പടങ്ങളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ റൈറ്റേഴ്സ് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഉദയൻ, CP ഉദയൻ, പിന്നെ സച്ചി എനിക്ക് നമ്മൾ വളരെ സച്ചീസ് ചെയ്തു. അങ്ങനെ കുറേ ബെന്നിയാണ് കല്യാണരാമനിലൊക്കെ. കല്യാണരാമനിൽ എന്നെ വിളിച്ചത് ദിലീപാണ്. അങ്ങനെ ഷാഫിയുടെ കുറേ പടങ്ങളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തു. സാർ തിരക്കഥാകൃത്താണ്. മുട്ടയിൽ വരെ ഡയലോഗ്, അതൊക്കെ സ്ക്രിപ്റ്റ് പരിപാടിയാണല്ലേ? മുട്ടയിൽ വരെ ഡയലോഗ് തിരക്കഥാകൃത്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഓക്കെ. ഡയലോഗ് അവർ എഴുതിയതാ, ഞാൻ പറഞ്ഞത്. അപ്പൊ അന്നേരം ജസ്റ്റ് എന്ത് പറയണമെന്നൊന്നും പറഞ്ഞില്ല? വലുതും തരണേ സാർ അതൊക്കെ പറഞ്ഞു തന്നു. അപ്പം മെയിൻ കണ്ടന്റിന് പറ്റതാണല്ലോ, മറ്റേ ഒളിപ്പിച്ച് കൊടുക്കുക. അതെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഓഹോ, മുട്ടയിൽ വരെ ഡയലോഗ് അതിപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു പരിപാടിയാണ്. ഇത്രയും വർഷം വേണ്ടി വന്നു ഒരു ചെറിയ ചെറിയ റോളുകളിലല്ല, ഒരു മെയിൻ ഒരു പില്ലർ പോലെ റോള് കൊടുത്താലും എനിക്ക് താങ്ങാൻ പറ്റും, എൻ്റെ ഷോൾഡറിന് അതിനുള്ളൊരു കെൽപ്പുണ്ട് എന്ന് ഒരാള് തിരിച്ചറിഞ്ഞത് കൃഷ്ണദാസ് മാഷിൻ്റെ മുമ്പ് ജോഷി സാറിൻ്റെ പടത്തിൽ ഞാൻ മുഴുനില വേഷം ചെയ്തിട്ടുണ്ട്. ജന്മം. അത് ഇറങ്ങിയില്ല. അതിൽ ഞാൻ ത്രൂ ഔട്ട് സുരേഷായിട്ട് വലങ്കയായിട്ട് ഒരു ഫൈറ്റും ഉണ്ട്, എല്ലാം ഉണ്ട്. അതിറങ്ങില്ല. പിന്നെ ദിലീപിൻ്റെ സദാനന്ദൻ്റെ സമയത്ത് ആ പടം അത്ര ശ്രദ്ധിക്കപ്പെടാത്തതുകൊണ്ട് ടൈം ഇവിടെയാണ് ആക്ച്വലി. ഇവിടെ ഇത് പിന്നെ ഇതിൻ്റെ ഒരു വേറെ ചില കൃഷ്ണദാസിനെ എന്നെ അറിയൂലില്ല. എന്നെ അറിയാം, എനിക്ക് പരിചയമില്ല പുള്ളിക്ക് എന്നെ അറിയാൻ അഭിനയിക്കുന്ന ആളാണ്. കാരണം പുള്ളി ആദ്യമേ സൈജുവിൻ്റെ അടുത്ത് ഫിക്സ് ചെയ്തപ്പോൾ 2 ആർട്ടിസ്റ്റിനെ അവർ ആദ്യം പറഞ്ഞു, എനിക്ക് മസ്റ്റായിട്ട് കലാരഞ്ജനി ചേച്ചിയും വേണം, ഒരു പൊതുവാളും വേണം, ബാക്കിയൊക്കെ ഓപ്ഷനായിരുന്നു. അത് അവർ ഇൻ്റർവ്യൂവിൽ പറയാറുണ്ട്. അതിന് കൃഷ്ണദാസ് എന്നെ സൈജു ആണ് ഒരു ദിവസം പറഞ്ഞത്, സുരേഷ് ഗോപിച്ചേട്ടൻ്റെ മകളുടെ കല്യാണത്തിന് കണ്ടപ്പോൾ ഷൈജുനോട് നന്ദുച്ചേട്ടന് ഒരു നല്ല വേഷം വരുന്നുണ്ട്, വിളിക്കും. അപ്പോൾ ഷൈജു പറഞ്ഞപ്പോൾ ഞാൻ ഷൈജു അങ്ങനെ ആവശ്യമില്ലാത്ത പറയില്ല, ഉള്ള കാര്യം പറയുക, വെറുതെ കിടന്ന് വിടുവായിത്തരം പറയുന്ന ഒരാളല്ല. ഷൈജു പറയുമ്പോൾ ഓക്കെ ഷൈജു വിളിച്ചോട്ടെ, ഞാൻ അറ്റൻഡ് ചെയ്തോളാം, താങ്ക് യു എന്ന് പറഞ്ഞു. ഷൈജു പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, അപ്പോൾ സംഭവം എന്തെങ്കിലും ഉണ്ടാവും. ഷൈജു ആണത് പ്രൊഡ്യൂസ് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ദിവസത്തെ ഇത് കൃഷ്ണദാസാണ്, ഞാൻ ഷൈജു പറഞ്ഞില്ല. ഞാൻ അപ്പോൾ ഞാൻ പ്രിയൻ സാറിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയൻ സാറിൻ്റെ ഒരു ജയ് ശ്രീരാം എന്ന് പറഞ്ഞൊരു ഹിന്ദി അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. സൈജു ലൊക്കേഷനിൽ വന്നു, സൈജു പോട്ടെ കൃഷ്ണദാസ് ലൊക്കേഷനിൽ വന്ന് കഥ പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ കഥ പറയാൻ പറ്റുന്നത് എൻ്റെ അടുത്ത്, അഭിനയിക്കാൻ. അത് ബാക്കിയൊക്കെ വേണമെന്നല്ലേ പറയാറുള്ളൂ. ഞാൻ ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ മോഹിനിയാട്ടം. 29 വർഷത്തെ കരിയർ നോക്കുമ്പോഴേ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു വരുന്നു, പ്രൊഡക്ഷൻ കൺട്രോളർ ആവുന്നു. അത് ശരിക്കും ഒരു സർവൈവലിൻ്റെ ഒരു പ്രശ്നമായിരുന്നല്ലോ, അതിജീവനത്തിൻ്റെ. പ്രൊഡക്ഷൻ കൺട്രോൾ ജീവിതത്തിൽ, കാരണം ഞാൻ ഇവിടെ കോളേജ് വിദ്യാഭ്യാസമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞ് ഇവിടെ പെട്ടതും ഈ കോമഡി ഉത്സവം നമ്മുടെ മറ്റേ ഹാസ്യ കലാപരിപാടി 2 പേരെ വെച്ച് അത് മിമിക്രി തുടങ്ങിയിട്ടില്ല. കലാഭവനാണ് ഇൻസ്പയറായിട്ട് തുടങ്ങുന്നത്. ആ സമയം അതിന് മുമ്പ് 2 പേര് 3 പേര് വെച്ചിട്ട് 3 കൊതുകുകൾ, അതായത് 3 മസ്കറ്റോഴ്സ് എന്ന് പറഞ്ഞ കൊതുക് നാണപ്പച്ചേട്ടൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ. അത് മരിച്ചു പോയി. ഇത് ഹരിശ്രീ ബോംബെ ഹരേരാമ ഹരേ കൃഷ്ണ എന്നാണ് ട്രൂപ്പിൻ്റെ പേര്. സിനിമകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. നാണപ്പച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. നാണപ്പച്ചേട്ടൻ പേഴ്സണലായിട്ട് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ക്യാച്ചിങ് ആയിരുന്നു. അതിൽ നിന്നാണ് എനിക്കൊരു ഹാസ്യകലാപരിപാടി ഇങ്ങനെ നടത്താനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത്. ഞാൻ ഇതുപോലെ അത്യാവശ്യം കളിക്കുന്ന 2 പേരെയൊക്കെ വെച്ച് അമ്പലങ്ങളിലും
നമുക്കറിയാവുന്ന സറൗണ്ടിങ്സിലൊക്കെ പഴയ മാട്ടപ്പരിപാടി എന്ന് പറഞ്ഞ പരിപാടികൾ. അത് അരമണിക്കൂറൊന്നും ഉണ്ടാവില്ല, 15 മിനിറ്റ്. വലിയ പേയ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ, ഒരു 10 രൂപ 15 രൂപയ്ക്ക് ആ കാലഘട്ടത്തിലുള്ളൂ. ഇത് ഞാൻ പറയുന്നത് 79, 78 കാലഘട്ടമാണ്. അങ്ങനെ നടക്കുമായിരുന്നു. അത് ഒരു അമച്ചർ നാടക പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ അങ്ങനെ ഒരുപാട് ഇപ്പോൾ അച്ഛനൊക്കെ ഭയങ്കര എതിരായിരുന്നു. കാരണം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വിട്ടുപോകും. കാരണം ഞാൻ ഈ കോളേജിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിരുന്നു. അതിന് അടയ്ക്കാൻ വെച്ച ഫീസൊക്കെ എടുത്ത് നാടകത്തിന് ഇറക്കി. അതൊക്കെ അച്ഛൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതാണ്. അല്ല, അച്ഛൻ ആണ് എന്നെ ഇവിടെ ബോംബെക്ക് കിടത്തുന്നത്. കാരണം ബോംബെയിൽ അച്ഛൻ്റെ അമ്മയുടെ റിലേറ്റീവ്സൊക്കെ അവിടെ നല്ല ഹൈ പൊസിഷനിലല്ല. അപ്പോൾ അവരോട് പറഞ്ഞപ്പോൾ നോക്കട്ടെ എന്ന് അവർ പറഞ്ഞുള്ളൂ. അവർ നോക്കട്ടെ എന്ന് പറയാൻ നിന്നില്ല. അതിനു മുമ്പ് അച്ഛൻ ഇവിടുന്ന് കൊണ്ടുപോയി. പിന്നെ ഞാൻ എൻ്റെ 10-16 വർഷക്കാലം ബോംബെയിലായിരുന്നു. 6 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു, എയർ കാർഗോ എയർലൈൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അന്ന് അവിടെ തന്നെ 81, 82 അവിടെ ഒരു ഓർക്കസ്ട്ര തുടങ്ങി, തരങ്കിണി ഓർക്കസ്ട്ര ബോംബെയിൽ. ഞാൻ അവരുമായിട്ട് കൊളാബറേറ്റ് അവരുടെ അവിടെ വെച്ചിട്ട് ഞാൻ അബിയെ പരിചയപ്പെടുന്നു. അബി അവിടെ പഠിക്കാൻ വന്ന. അബി സാനിറ്ററി ഫുഡ് ഇൻസ്പെക്ടേഴ്സ് കോഴ്സ് പഠിക്കാനായിട്ട് അന്തേരിയിൽ വന്ന. അപ്പോൾ അവിചാരിതമായിട്ട് ഒരു നാടക സ്റ്റേജിൽ ഞാൻ അവനെ കാണുകയാണ്. നാടകത്തിന് മുമ്പ് 10 മിനിറ്റ് നിങ്ങളുടെ ചിരിയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഞാൻ നാടകം കാണാൻ ചെന്നിരിക്കുകയായിരുന്നു. ദിനാനാഥ് മങ്കേഷ്കർ ഹാൾ എന്ന് പറഞ്ഞിട്ട് ലതാ മങ്കേഷ്കറുടെ അച്ഛൻ്റെ പേരിലുള്ള ഹാളുണ്ട്. അവിടെ ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മിമിക്രി. ഞെട്ടിപ്പോയി ഞാൻ. ഫസ്റ്റ് കാണുകയാണ് ഇങ്ങനെ ഒരു കലാരൂപം. അത് ഭയങ്കര പെർഫെക്റ്റായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ മമ്മൂക്കയൊക്കെ അനുകരിക്കുന്നത് കേൾക്കുന്നത്. സ്റ്റേജിൽ തകർത്ത് കളഞ്ഞു പുള്ളി. ഭയങ്കര കയ്യടി പോലെ. നാടകം ലേറ്റായതുകൊണ്ട് കൊടുത്തതാണ്. ഞാൻ പുറകെ പോയി പുള്ളിയെ പരിചയപ്പെട്ടു. ഞാനിവിടുന്ന് ഇതൊക്കെ ഉപേക്ഷിച്ചതല്ലേ. അപ്പോൾ അവനൊരു ഒരു ഉത്സാഹം. അപ്പോൾ താമസിക്കുന്ന ഹോസ്റ്റലിലാണെന്നുള്ള സൗകര്യം, എൻ്റെ കൂടെ പോരെയെന്നു. അല്ല, ഞാനും അവനും ഒന്നിച്ചായി താമസം. അങ്ങനെ ഞങ്ങൾ അവിടെ വിവിധ മലയാളി സമാജങ്ങളിലൊക്കെ അറിയപ്പെട്ടു തുടങ്ങി. എല്ലാവരും ഞങ്ങളെ വിളിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി 250 രൂപ 300 രൂപയൊക്കെ പേയ്മെൻറ്റ് തരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ സമയത്തിൽ ബോംബെ അത്ര സ്റ്റാൻഡേർഡ് ആൾക്കാരാണ്. അവർ 250 രൂപ 300 രൂപ, ചിലത് 150. വെറുതെ കിട്ടുന്നതല്ലേ, ഇത് പരിപാടി ചെയ്തിട്ടാ. എന്നാലും ആ സമയത്തേക്ക് ഇത് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ലക്ഷറി. ഓർക്കസ്ട്രയുണ്ട്, നമ്മുടെ ഓർക്കസ്ട്രയിലൊക്കെ പരിപാടി നടത്തും. അങ്ങനെ അവാർഡ് നൈറ്റുകൾ നടത്താൻ തുടങ്ങി. ഞാനിവിടുന്ന് ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകും. അതിൽ ഞങ്ങൾ പ്രോഗ്രാം. പിന്നെ പ്ലേ ബാക്ക് സിംഗേഴ്സിനെ കൊണ്ടുപോകാറുള്ളത്. വേണുചേട്ടൻ, വേണുഗോപാൽ, മാർക്കോസ്, എം.ജി. ശ്രീകുമാർ, പിന്നെ കുറേ പേര് ഓർക്കസ്ട്ര. നമ്മുടെ എം.ജി. ശ്രീകുമാറിൻ്റെ മാത്രം പുള്ളിയുടെ ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ അവിടുത്തെ ഓർക്കസ്ട്രയിൽ ഇവർ പാടി. അതിൻ്റെ കൂടെ അതിന് അബിയുടെ ക്രിയേയും മിനി, അന്ന് മിൻമിനി ആയിട്ടില്ല, മിനിയൊക്കെ വന്ന് പാടി. ഞങ്ങൾ ഗൾഫ് ടൂറുകൾ പോയി. അതെല്ലാം കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് ജോലിയൊക്കെ വിട്ട് പോയി കലാരംഗമായിട്ട് നിന്ന് കലാപ്രസ്ഥാനത്തിന് അവിടെയും ചെറിയ ഒരു സായ്മ വന്നു. കാരണം വെച്ചാൽ അബി പോയി, എല്ലാവരും പല വഴിക്ക് പോയപ്പോൾ ഞാനും അതൊക്കെ പോകുന്നു. ഇവിടെ വന്നിട്ട് അബി എന്നെ ഓസ്കാർ കയറ്റി, കൊച്ചിൻ ഓസ്കാർ. അത് കഴിഞ്ഞ് അബി ഒരു ട്രൂപ്പ് തുടങ്ങി, കൊച്ചിൻ സാഗർ. അവിടെ ഞാൻ, ദിലീപ്, അബി, ആദർശ, ഷിയാസ്, സലീംകുമാർ, കോട്ടയം നസീർ, അങ്ങനെ ഒരു മൻസൂർ, കൊച്ചിൻ മൻസൂർ, വെമ്പൻ ടീം, ജോർജ്, കേട്ടൊരു അടിപൊളി ടീം. അതാണ് കാരിയറിലേക്ക് വരുന്നതിൻ്റെ തുടക്കം. ഞാൻ പെട്ടെന്ന് ഒരുപാട് ഓർമ്മകളിലേക്ക് പോയല്ലേ ആ കാലഘട്ടമൊക്കെ വന്നിട്ട്. ഈ നിങ്ങളുടെ ടീമിൻ്റെ പറഞ്ഞപ്പോഴത്തെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, നാദൃഷിക്കാണ് ദിലീപേട്ടനാണോ കമൽ സാറിൻ്റെ അടുത്തേക്ക് ഇഷ്ടമാണ് 100 വട്ടം സിനിമയ്ക്ക് റെഫർ ചെയ്ത്? അങ്ങനെ നാദൃഷ, അതെന്താ സംഭവം? ഇഷ്ടമാണ് 100 വട്ടം എന്ന് പറഞ്ഞാൽ നാദൃഷയൊക്കെ അഭിനയിക്കുന്ന ഒരു പടം. നാദൃഷയുടെ അഭിയുണ്ട്, ഷിജു ചേട്ടൻ ഷിജു നായകൻ. ആ ഡയറക്ടറുടെ പേര്, കൊടുങ്ങല്ലൂരിൽ ഡയറക്ടർ, അതിൻ്റെ പേര് ഞാൻ വിട്ടു. അതിൽ എൻ്റെ ഒരു വേഷമുണ്ട്. അബിയെ സപ്പോർട്ട് ചെയ്തു. നാദർഷയാണ് അതിലേക്ക് എൻ്റെ വിളിക്കുന്നത്. നാദർഷ അങ്ങനെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ കമൽ സാറല്ല, ആ ഡയറക്ടർ വേറെ. ഇഷ്ടമാണ് 100 വട്ടത്തിൻ്റെ ഡയറക്ടറുടെ പേര് ഞാൻ വിട്ടുപോയി, വേറെ ഡയറക്ടറാണ്. അദ്ദേഹം വേറെ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ നാദർഷ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ പുതിയ വേർഷൻ. അതിൽ ഞാനും നാദർഷയും സലീംകുമാറും ജോർജും 4 പേരും. കലാഭമണി ചേട്ടൻ്റെ ഒരു എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് പുതിയ ആൾക്കാരുണ്ട്. അങ്ങനെ രണ്ടിലേക്ക് നാദർഷൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടാണ്. ഈ ചേട്ടൻ ഇപ്പം ഇങ്ങനെ ഇത്രയും ആൾക്കാരെ അവിടെ കൊണ്ടുപോയി പ്രോഗ്രാംസ് ചെയ്യുന്നു, സിനിമയുടെ ഈ പിന്നണിയിൽ വളരെ സജീവമാണ്. അത്രയും പ്രൊഡക്ഷൻ കൺട്രോളുള്ള ജോലി എന്താണെന്ന് അറിയുന്ന ഇന്നും അവ്യക്തമായിട്ടുള്ള ആൾക്കാർക്ക് അത് നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറ്റില്ല. ഒരു സിനിമയുടെ കീ ആണ് അവരുടെ കയ്യിരിക്കുന്നത്. തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന് തുല്യ. പ്രൊഡ്യൂസർ ഇല്ലാത്തപ്പോൾ പ്രൊഡ്യൂസറെ സേവ് ചെയ്യണം, ഡയറക്ടറെ ഫേവർ ചെയ്യണം. അതെ, ഒരു രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. കാരണം പുള്ളി കുറച്ചൊന്ന് അലസത ആണെന്നുണ്ടെങ്കിൽ പടത്തിന്റെ ബഡ്ജറ്റ് എങ്ങോ പോകും.
ഇവരുടെ കയ്യിലാണ് ഇത് കംപ്ലീറ്റ് അതെ, ഇരിക്കുന്നത്. ഷൂട്ടിംഗ് കറക്റ്റ് സമയത്തിൽ തുടക്കുക, കറക്റ്റ് സമയത്തിൽ നിർത്തിക്കുക, എന്നുവെച്ചാൽ ഡേറ്റ്സ് ഉറപ്പിച്ച് ചെയ്യുക, എന്തെല്ലാം ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടോ അത് ഒഴിവാക്കാൻ പറ്റുക, ലൊക്കേഷൻ ചേഞ്ചുകൾ ദൂരെ അല്ലാതെ അടുത്ത് തന്നെ പിടിക്കാൻ നോക്കുക. ഒരു പടം 100 കോടി അടിച്ചു. അതിൻ്റെ കൺട്രോളർക്ക് പ്രത്യേകിച്ച് അതുകൊണ്ട് വേറെ ഒരു ബെനിഫിറ്റ് മെച്ചമില്ല. ഒന്നുമില്ല. ഇല്ല. പക്ഷെ മനസ്സറിഞ്ഞൊരു പ്രൊഡ്യൂസർ തരുന്നവരുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഞെട്ടിയ ഒരു കണ്ണ് നിറഞ്ഞൊരു മൂമെന്റ് ഉണ്ടോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു സമ്മാനം ഒരു പ്രൊഡക്ഷനിൽ നിന്നൊക്കെ വരുന്നു. എനിക്ക് പ്രതീക്ഷിക്കാത്തൊരു ശമ്പളം കിട്ടിയ സംഭവം ഉണ്ട്. ഒന്ന് രജപുത്ര രഞ്ജിത്തേട്ടൻ ഒരു റോളിന് വിളി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്ക് തന്നെ സംശയം, എനിക്ക് തന്നെ ആണോ ഇതെന്നു. അതിൽ നന്ദുവിനുള്ള പൈസ അതെന്ന് പറഞ്ഞു. അത് ഒരു അഭിനയം ചെയ്ത്. അതുപോലെ നമ്മുടെ ഹരീഷ് ദേശത്തിൻ്റെ ഒരു പടം ഞാൻ പറഞ്ഞു, ഡ്രൈവിംഗ് ലൈസൻസ്. നല്ല ശമ്പളം. ഞാൻ ഒരിക്കലും അത്രയും ശമ്പളം കിട്ടുമെന്ന് വിചാരിച്ചില്ല. അതുപോലെ ഇപ്പോൾ ഈ 2 പടവും മാന്യമായ രീതിയിലാണ് ചെയ്തത്. ഭരതനാട്യം അതെ, മോഹിനിയാട്ടം അതെ. ജിതേഷ് അഞ്ചുവിനെയാണ് പ്രൊഡ്യൂസർ. തോമസ് ചേട്ടനും ഷൈജുവൊക്കെ ഒരു പ്രൊഡ്യൂസറായിട്ടല്ല ഇരിക്കുന്നത്. ഷൈജുവിനോട് നമ്മളെന്തെങ്കിലും അയ്യോ ഞാൻ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണല്ലേ അപ്പോഴാണ് ചിന്തിക്കുന്നത്. അതുപോലെ പുള്ളി അവിടുത്തെ ഒരു ആർട്ടിസ്റ്റും പുള്ളിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ആരോടെ ചോദിക്കണമെന്നുള്ള രീതിയിലൊക്കെ അവിടെ പുള്ളി അല്ല, പുള്ളി അതിനൊന്നൊരു ഇതായിട്ടല്ല അവിടെ നിന്നിരുന്നത്. ഒക്കേഷൻ അങ്ങനെ ഇപ്പോഴും വന്നിരിക്കുകയൊന്നുമില്ല. ആവശ്യമുള്ളപ്പോൾ വരും. രാവിലെ തൊട്ട് വേദന വന്നിരിക്കുന്ന പരിപാടിയൊന്നും പുള്ളി അതിൻ്റെ പ്രൊഡ്യൂസറാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസറാണല്ലേ എന്ന് പറയും നമ്മൾ പറയുമ്പോൾ. ഈ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ എങ്ങനെ? ഇനി ശരിക്കും പറഞ്ഞ ഒരു പ്ലാൻ, വ്യക്തമായ പ്ലാനോടുകൂടി ചില വിളിക്കുമെന്നൊരു പ്രതീക്ഷ എല്ലാവരും പറയുന്നുണ്ട്. ചേട്ടാ ഇനി വിളിക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു അമ്മാവൻ അല്ലെങ്കിൽ ഒരു ചിറ്റപ്പൻ അങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സ് എവിടെയൊക്കെ നമ്മൾക്ക്. പ്രിയൻ സാറിൻ്റെ ഒരു പടത്തിൽ നല്ലൊരു വേഷം ചെയ്തിട്ട് അത് നെറ്റ്ഫ്ലിക്സിലാണ് വന്നത്. ബിജു മേനൊക്കെ ആയിട്ട് ഓളവും തീരവും അതുകൂടാതെ ഒരു പടം, ഒരു 10 പടങ്ങൾ ചെയ്തതിൽ 2 പടം പ്രിയൻ സാറായത്. അത് 2 കൺട്രോളും ഞാൻ തന്നെയായിരുന്നു. എനിക്ക് വളരെ പ്രായമുള്ള 70 വയസ്സുള്ള ഒരു കാർദോരായിട്ട് ഒരു നായർ, പഴയ തറവാട. അത് ആൾക്കാർ കണ്ടിട്ട് എന്നെ വിളിച്ചു ഗംഭീര അഭിപ്രായം പറഞ്ഞു. കെറ്റപ്പേ വേറെ അടിയിലെ കുറ്റിത്താടി നരപ്പിച്ച് മുട്ടയൊക്കെ ഷട്ടൊക്കെ ഇടാതെ മറ്റേ കൊണ്ട് മുറുക്കിക്കൊണ്ടിരിക്കുന്ന അതുപോലെ ഇനിയൊരു പല അവസരങ്ങളും വന്നാൽ പ്രതീക്ഷയുണ്ടല്ലേ? പ്രതീക്ഷയുണ്ട്. എനിക്ക് അത് ചെയ്യാമെന്നൊരു പ്രതീക്ഷയുണ്ട്. കിട്ടിയ എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമുക്ക് പല ആർട്ടിസ്റ്റുകളും ഇല്ലെന്ന്. ഇപ്പോൾ ഞാനൊക്കെ സത്യൻ സാറ് ഭരതനാട്യം കണ്ടിട്ട് ഒരു മോഹിനിയാട്ടം സാർ കാണാമെന്ന് പറഞ്ഞു. കണ്ടിട്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അത് പ്രിയൻ സാറിനെ ഞാനൊക്കെ വിളിച്ച് പറയും. അത് പ്രിയൻ സാറാണ് എനിക്ക് കോമഡി ആദ്യം തരുന്നത്. ഫസ്റ്റ് പടം ഏതായിരുന്നു പ്രിയൻ സാറിൻ്റെ കൂടെ തല കാണിക്കുന്ന സിനിമ? അത് വെട്ടം തന്നെയാണ്. വെട്ടത്തിന്റെ തന്നെ അതിന്റെ തന്നെ ഇത് പപ്പേല ഇവനെ ആണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതല്ലേ വെട്ടം ഇന്നും ട്രോളൂർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതൊക്കെ ചെയ്യുമ്പം അതെല്ലാം പ്രിയ സാർ സ്ക്രിപ്റ്റിലുള്ളതാണ്. അതേപോലെ ദിലീപേട്ടൻ പ്രിയ സാർ ഡിസ്കഷനിൽ വന്ന സാധനങ്ങളാണ് അതൊക്കെ. ആ സാധനം ഡിസ്കഷനിലൊന്നുമില്ല. ആ ക്യാരക്ടർ പെട്ടെന്ന് വന്ന ക്യാരക്ടറാണ്. അതിൻ്റെ ദിലീപ് തന്നെ ഞാൻ ലയൻ്റെ ലൊക്കേഷൻ, റൺവേയുടെ ലൊക്കേഷൻ നോക്കി പൊള്ളാച്ചി പോയതാണ്. ദിലീപാണല്ലോ നായകൻ. അപ്പോൾ ഞാനുണ്ട്, ആൽവിനാണിച്ചേട്ടനുണ്ട്. തിരിച്ചു വരുമ്പോൾ ദിലീപ് എന്നെ വിളിച്ചു, എനിക്ക് പോയിട്ട് ധൃതിയിലേക്ക് നാളെ ഒരു വേഷം ചെയ്ത് ഇങ്ങോട്ട് വാ. അതിന് ഞാൻ സിബി ഉദയൻ ഉണ്ടായിരുന്നു അവിടെ. ഉദയൻ്റെ റൂമിൽ കിടന്ന് രാവിലെ പോയിച്ചത്. ഞാൻ വെറുതെ കാണിച്ചതായിരുന്നു. അത് പറഞ്ഞിട്ട് കാണിച്ചല്ല. അല്ല, വെറുതെ എന്ത് വെറുതെ കാണിച്ചാൽ. ഒരു പ്രാവശ്യം കാണിച്ചപ്പോൾ ദിലീപിനെ പ്രതികരിച്ചപ്പോൾ സാർ അത് ഡെവലപ്പ് ചെയ്തു. ദിലീപും മോശമല്ല ഈ കാര്യത്തിൽ. പ്രിയൻ സാറെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡി പറഞ്ഞു കൊടുക്കുന്ന ഒരാളാണ്. പറഞ്ഞു കൊടുക്കുന്നത് ഭയങ്കര രസമായിട്ട് സാറ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ അഭിനയിച്ചാൽ മതി. അല്ല, ഇത് എനിക്കൊരു സാറിന്റെ സിനിമകളാണ് ഒരു ഫ്രെയിമിന്റെ അകത്ത് അങ്ങനെ വച്ചേക്കാം നിന്ന് പെർഫോം ചെയ്ത് തകർക്കുന്ന സിനിമകൾ സാറിന്റെ ഉള്ളൂ. കാണിച്ചു കൊടുക്കും പുള്ളി പെർഫോം. ഓക്കെ, സാർ അഭിനയിച്ച് കാണിച്ചു കൊടുക്കും. ചെറിയ ആൾക്കാർക്ക്, വലിയ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കില്ല. പുള്ളി പറഞ്ഞു കൊടുക്കും. അത് അങ്ങനെയല്ല ഇങ്ങനെ പറഞ്ഞാൽ അത് പുള്ളി എന്നിട്ട് അത് ആസ്വദിക്കുകയും ചെയ്യും ഗംഭീരമായിട്ട് എന്നിട്ട്. അങ്ങനെ ഒരു ചെറുപ്പം വലിപ്പം നോക്കിയൊന്നുമില്ല, പുള്ളി നല്ല രസമായിട്ട് പറഞ്ഞു തരും. അങ്ങനെ ആ വെട്ടത്തിൻ്റെ ആ ഡെവലപ്മെൻറ്റിൽ ഇവർ രണ്ടുപേരാണ്. പിന്നെ ബാക്കിയൊക്കെ ദിലീപിനെ കൗണ്ടർ അടിച്ചുകൊണ്ടിരുന്നു. സാറ് പറയും അത്രയും വേണ്ട, ഇത് മതി, കണക്കൊക്കെ ഉണ്ട് സാറിന്. മീറ്റർ ആ മീറ്ററിൽ പറഞ്ഞാൽ മതി, ഈ മീറ്ററിൽ പറഞ്ഞാൽ. ഓക്കെ, വീണ്ടും കാണിച്ചിട്ടുള്ള ഈ ചേട്ടന് തന്നെ ആ മീൻ വരാറുണ്ടോ? ആരെല്ലാം എന്തെങ്കിലും പറയുമ്പോൾ ചേട്ടൻ ആരുടെ വാട്സാപ്പിൽ ഈ സാധനം ഇട്ട് തരുമോ? ഉത്തര പറഞ്ഞു. ഇപ്പം അതൊരു ട്രോളാക്കി വെച്ചിരിക്കുകയാണല്ലോ എല്ലാവരും. എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ഇതിട്ട് കൊടുക്കും. ആരെങ്കിലും പൈസ കടം ചെയ്യുമ്പോൾ ചേട്ടൻ ചേച്ചി ഇട്ട് കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഈ പ്രിയദർശൻ സാറിന് തന്നെ ചോദിക്കുമ്പം നമ്മുടെ അതെ അതിൻ്റെ അകത്ത് എവിടെ പോണു ഈ പട്ടിയുടെ മുകളിൽ അത് പെട്ടെന്നുണ്ടായ വേഷമാണ്. അത് ചില
ഞാൻ പ്രിൻസ് സാറിനെ കാണുമ്പോൾ എപ്പോഴും പറയും സാർ അന്ന് അബുദാബിയിലാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ പടം ഇപ്പോൾ സെവനാസ് മോഹനായിട്ടാണ് കൺട്രോളർ, ഞാൻ എക്സിക്യൂട്ടീവ്. ഞാൻ സാറ് നമുക്കൊരു വേഷം തരാനാ നോക്കട്ടെ വരട്ടെ എന്ന് പറയും. അത് ഒരു ദിവസം ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഭാവന പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലേക്ക് പോയപ്പോൾ പെട്ടെന്ന് സുരേഷ് ഏട്ടൻ, സാറിൻ്റെ അസോസിയേറ്റ് ഉണ്ട് സുരേഷ് കുമാർ, സുരേഷ് ഏട്ടൻ എൻ്റെ വിളി, നീ എവിടെ പോയി കിടക്കണം പെട്ടെന്ന് നിങ്ങൾ വാങ്ങണം. സുരേഷ് ഏട്ടൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും സാറിന് എന്നാൽ അത് ശരിക്കും അദ്ദേഹത്തോട് പറയാൻ പറഞ്ഞ ഡയലോഗുകളാണ്. ആ അത്രയും ഡയലോഗല്ല, ചെറിയ ഡയലോഗ് ഉണ്ടായിരുന്നു. നമ്മുടെ അഭിനയിച്ച ഹിന്ദി ശക്തി കപൂർ, ആ പുള്ളിക്ക് മലയാളം പറയാൻ പുള്ളിക്ക് വലിയ പ്രയാസമായതുകൊണ്ട് ഒരാളെ അഡീഷണലായിട്ട് സാറ് കയറ്റിയതാണ് എൻ്റെ ഡയറക്ടർ. അത് പറഞ്ഞ് ഞാനിങ്ങനെ ഇട്ടപ്പോൾ സാറ് സ്ക്രിപ്റ്റ് ഒന്നും നീ നോക്കണ്ട, നിൻ്റെ വായ തോന്നി എന്ന് പറഞ്ഞു, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഫ്രീഡം കിട്ടുവാണല്ലോ, ഭയങ്കരമായിട്ട് ഫ്രീഡം തരും. ഇതിൻ്റെ വായ തോന്നി നീ പറഞ്ഞു, അത് പറയുമ്പോൾ സൂക്ഷിച്ചൊക്കെ പറഞ്ഞോളാം. അല്ല പറയുക സാറോ ഈ പണ്ടാരെന്നൊക്കെ പറയുന്നത് അത് ഉപയോഗിക്കാൻ പറ്റില്ല, സെൻസറിങ് പ്രശ്നമുള്ളതാണ്. ഞാൻ പറഞ്ഞു സാറ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തത്, സാറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ എന്താ പറയാൻ പോകുന്നത് ലാലേട്ടന് മുൻപ് അറിയില്ല. അല്ല സാറിന് അല്ല മറ്റതൊക്കെ സാറ് പറഞ്ഞ പട്ടിയുടെ മോന്തൊക്കെ സാറിൻ്റെ ഡയലോഗ് എവിടെ പോട് അതൊക്കെ സാറ് പറഞ്ഞാ പ്രിയം സാറ് പറഞ്ഞാ എവിടെ പോടും പട്ടിയുടെ മോന്ത വന്നിട്ട് പോയാൽ മറ്റ് ചുമ്മാ ഒരാളെ ഇങ്ങനെ പ്രാവല് അതൊക്കെ ലാൽ സാറിൻ്റെ. എത്ര ടേക്ക് പോയി? അത് ഒറ്റ ടേക്ക് ഇല്ല, ഒറ്റ ടേക്ക് ഇല്ല, 3-4 ടേക്ക് എടുത്തു. നമ്മൾ എഴുതി വെക്കാത്ത ഡയലോഗുകൾ പറയുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ സീനുകളാണെന്ന് ഇതൊക്കെ ഇപ്പം നമ്മളെ ഓരോ ഡയലോഗ് ഓർത്തെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേട്ടൻ ചെയ്യുന്ന സീനുകളൊക്കെ കണക്റ്റായ സാധനങ്ങളാണ്. ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പറയാം, ലയൺ സിനിമയില് എന്നാ ഒരു ഗുണ്ട ഉപയോഗിച്ച എന്ന് പറഞ്ഞിട്ട് ഒന്ന് തന്നെ അടി കൊടുത്തിട്ട് താടി ഉള്ളതുകൊണ്ട് പാടും, അതാ അവൻ്റെ ഡയലോഗാണ്. ദിലീപ് ആണല്ലേ, ദിലീപേട്ടൻ ഡയലോഗാണ്, താടി ഉള്ളതുകൊണ്ട് പാടറിയില്ല എന്നുണ്ട്. ഒറ്റ സീനേ ഉള്ളൂ. ഒറ്റ സീനുള്ളൂ, 1 അല്ല 2 സീനുണ്ട്. നേരത്തെ ഒരു പത്രസമ്മേളനത്തിൽ വരുന്നുണ്ട്. അല്ല 3-4 സീനുണ്ട്. മന്ത്രിമാർ ഓടി വരുമ്പോൾ ഇന്നസെന്റ് ഏട്ടൻ വരുമ്പോൾ അതല്ല ഞാൻ പറയും, ഈ ഒറ്റ സീനിൽ ആ സാധനം ആ ഒറ്റ സീനാ കത്തിയ സാധനമാണ്. താടി ഉള്ളതുകൊണ്ട് പാടറിയില്ല എന്ന് പറഞ്ഞ. അതുപോലെ ഇപ്പൊ ഗെറ്റപ്പിന്റെ കാര്യം നേരത്തെ പ്രിയൻ സാറിന്റെ സിനിമയിൽ പറഞ്ഞില്ല, കുറ്റിത്താടി എന്നൊക്കെ പറഞ്ഞു. അന്നേരം ഇടയ്ക്ക് വന്ന ഒരു കോൺട്രവേഴ്സിയാണ്. കോൺട്രവേഴ്സി എന്ന് തന്നെയല്ല, അത് ജോഷി സാറിന്റെ പടത്തിൽ എന്നെ ഗെറ്റപ്പ് മാറ്റിയിട്ട് ചെയ്യിപ്പിച്ചു. സാറ് ഈ സ്ഥിരം താടി മാറ്റിയിട്ട് അവനെ വേറെ ഇതിൽ കൊണ്ടുവരാൻ പാപ്പനില്ല. ഓക്കെ അത് സാറ് മാറ്റിച്ച റോണക്സ് ആയിരുന്നു മേക്കപ്പ്. ഈ മറ്റേ പടത്തിൽ പ്രിയൻ സാർ ആദ്യം വേണ്ട അവൻ ഈ താടി വെച്ചിട്ടാണ് ഞാൻ വേഷം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ മേക്കപ്പിൽ നമ്മുടെ സാറിൻ്റെ അസോസിയേറ്റ് അതിനകത്ത് അഭിനയിക്കുന്ന മുരളി ഉണ്ടല്ലോ, ശ്രീകാന്ത് മുരളി സാറ് ഞാൻ മാറ്റി കൊണ്ടുവരാമെന്ന് പറഞ്ഞു. മുരളിയാണ് മറ്റേ അതിൽ ഗുരുവായൂർ അതിനകത്ത് മേക്കപ്പ് അതിനെ കൊണ്ട് വേറെ രീതിയിൽ കുറ്റിയാക്കി മുട്ട പോലെയൊക്കെ എന്നാൽ മുട്ടയല്ല അങ്ങനെ ഒരു ഇത് കറക്റ്റ് ഇതാണെങ്കിൽ ചെയ്യാമെന്ന്. പെട്ടെന്ന് താടെടുക്കാൻ പറഞ്ഞാൽ ചേട്ടന് വലിയ പ്രശ്നമൊന്നുമില്ല. താടി വെച്ചിട്ട് അവൻ സ്ഥിരം ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യമില്ല നമ്മുടെ പ്രിയൻ സാർ ചീത്ത പറയും. എന്ത് വന്നാലും ഈ താടിയും വെച്ചിട്ട് അത് ഗെറ്റപ്പ് മാറ്റിക്കൊണ്ടു വന്നു. അത് ജോഷി സാറും ഗെറ്റപ്പ് മാറ്റിച്ചു. ആ ഗെറ്റപ്പ് മാറ്റിയതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു കേട്ടോ പലരും. തീർച്ചയായിട്ടും. പിന്നെ ഒരു ഭാഗ്യം കിട്ടിയത് കമലഹാസൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. കമലഹാസൻ സാറിൻ്റെ പടത്തിൽ ഇന്ത്യൻ ടു. അതാണ് എൻ്റെ അടുത്ത ചോദ്യം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ മറ്റേ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞത്. അതായത് ഈ ഗെറ്റപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഗെറ്റപ്പ് ഇന്ത്യൻ 2-ൽ നെടുമുടി സാറിൻ്റെ ഒരു റോളിന് പകരം ചേട്ടനെ പരിഗണിക്കുന്നു. അതിന്റെ വന്നു കഴിഞ്ഞാൽ കുറച്ചധികം വിമർശനങ്ങളും മാറ്റം ചേഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ, താടിയും മീശ എടുപ്പിച്ചല്ലോ, എടുത്തിട്ട് അവര് വെക്കുക ചെയ്ത് മുടിയൊക്കെ. ഈ അത് ചെയ്യുന്ന സമയത്ത് ചേട്ടൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇത് എങ്ങനെ വർക്കൗട്ട് ആകും? ഇല്ല, എനിക്ക് ആദ്യം എന്നെ ഇത് വിളിക്കുന്നത് ഞാൻ 2-3 ഇൻ്റർവ്യൂ പറഞ്ഞതാണ്. ഓളവും തീരവും എന്ന് പറഞ്ഞ പ്രിയൻ സാറിൻ്റെ പടം ഷൂട്ട് നടക്കുക, തൊടുപുഴ തൊമ്മങ്കുത്ത് നടക്കുക. മഴയുണ്ട്, നമ്മൾ വഴിയിപ്പിക്കുന്ന മഴയുണ്ട്, പുഴയിൽ ലാൽ സാറിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകുറിച്ച് ചെറിയ റബ്ബർ കാട്ടിനകത്താണ് ടെൻറ്റുകളിട്ടിരിക്കുക, റേഞ്ചില്ല ഫോണിന്. എന്തെങ്കിലും വിളിക്കണമെങ്കിൽ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറിക്കണം. ഫോൺ ഇങ്ങനെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ മദ്രാസിന് കൂപ്പിടുക, ശങ്കർ സാർ മാനേജർ കൂപ്പിടുക, ദിടീന്ന് കയറി വാങ്ങൂ. പെട്ടെന്ന് ഇതാര് ശങ്കർ സാറിൻ്റെ മാനേജരൊക്കെ എന്നെ വിളിക്കേണ്ട കാര്യമൊന്നും എനിക്ക് അറിയുപോലുമില്ല ശങ്കർ സാർ ആരാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ വന്ന് ഡിസ്റ്റർബഡ് ആവുന്നുണ്ട്. ഞാൻ തിരിച്ച് വിളിക്കാൻ പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും വന്നു. ലാൽ സാർ എന്നോട് ചോദിച്ചു, ഇതെപ്പോൾ ഫോണിലാണല്ലോ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ സാർ ഇങ്ങനെ മദ്രാസ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇന്നത് ശങ്കറിൻ്റെ മാനേജറാണെന്ന് പറഞ്ഞിട്ട് ആരാണ് കളിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സാറ് പറഞ്ഞു, സാറ് നിങ്ങളൊരു കാര്യം ചെയ്യൂ, നമ്മുടെ കാർത്തിക്കില്ലേ മദ്രാസിൽ മാനേജർ ഉണ്ടായിരുന്നു, കാർത്തിക് ലിൻസൺ ഓഫീസറാണ്, മരിച്ചു പോയി. കാർത്തിക്കിന് ഈ നമ്പർ കൊടുത്തിട്ട് കറക്റ്റ് മദ്രാസിലല്ലേ
പറയൂ ഞാൻ അപ്പോൾ ശരി അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ തോന്നി. ഞാൻ മറന്നു കിടക്കുമായിരുന്നു. ലൈസൺ ഓഫീസറല്ലേ? ലൈസൻസ് ഓഫീസർ കാർത്തിക്കിനെ വിളിച്ചു. കാർത്തിക്കിനെ ഞാൻ പറഞ്ഞു, നമ്പർ കൊടുത്തിട്ട്, കാർത്തിക് നീ ഇങ്ങനെ പറ, ഞാൻ എൻ്റെ മാനേജറാണ് വിളിക്കണേ, എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. അത് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. വിളിച്ചിട്ട് കാർത്തിക് വിളിച്ചിട്ട് പറഞ്ഞു സംഭവം സത്യമാണ്, മാനേജറാണ് വിളിക്കുന്നത്, അവരൊരു വേഷത്തിനാണ് ഇതിന് നെടുപിടിച്ചേട്ടൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് അവർ വിളിക്കുന്നത്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമില്ല പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വൈകിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. വൈകിട്ട് വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് കയറി പറഞ്ഞു അത് 21 പാക്കപ്പായിട്ട് ഞാൻ വരാം പടം, കാരണം എനിക്ക് ഇവിടെ മാറാൻ പറ്റില്ല, പാക്കപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. അവർ സമ്മതിച്ചു. ടിക്കറ്റ് ഇട്ട് വന്ന് പോയി ചെന്ന് താടി മീശയൊക്കെ എടുത്തു, മുട്ടയടിച്ചു. താടിയും മീശയുടെ മുടി ഉണ്ടായിരുന്നില്ല, എത്ര ഉണ്ടായിരുന്നു, മുടിയുള്ളത് കുറച്ച് വെട്ടി കളഞ്ഞവർ, കുറച്ച് ഇത്തിരി മാത്രം വെച്ചു, ബാക്കിയൊക്കെ കുറച്ചുകൂടെ പഠിച്ചു കളഞ്ഞു. എന്നിട്ട് ഗെറ്റപ്പ് മേക്കപ്പ് ചെയ്യിച്ച് ആ ഡ്രസ്സ് തന്നു, മേടിച്ചുള്ള ഷർട്ടും. അത് വന്നിട്ട് ആദ്യം ഗെറ്റപ്പ് നോക്കി, വീഡിയോ ഒരു ഡയലോഗ് തന്നു പറയാൻ പറഞ്ഞിട്ട്, തമിഴാ, അത് ഒരു മലയാളി അസോസിയേറ്റ് മലയാളത്തിൽ എഴുതി. അവന് മലയാളം അറിയില്ല, പറഞ്ഞു തന്നു, ഞാൻ മലയാളത്തിൽ എഴുതി. അത് പഠിച്ചിട്ട് പറഞ്ഞു ഇവിടെ സാറിനെ കാണിച്ചിട്ട് വിളിക്കാം, ഒരു കാര്യം ചെയ്യും പോലെ പിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി പടം കാണാൻ പറഞ്ഞു. പടം കാണുന്നതിന് മുമ്പ് ശങ്കർ സാറിൻ്റെ അടുത്ത് കൊടുത്തിട്ടാട്ടോ കൊടുത്തു, എടുത്തത്രം കാണാൻ അല്ല ശങ്കർ സാറിൻ്റെ അടുത്ത് ഇത് കൊടുത്തു എൻ്റെ ഗെറ്റപ്പുകളൊക്കെ. എന്നിട്ട് ശങ്കർ സാറ് വിളിച്ച് പടം കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, കുറേ പേരെ ടെസ്റ്റ് കഴിഞ്ഞിട്ടാ. പടം കണ്ടു കഴിഞ്ഞിട്ട് എനിക്കൊരു പിടിയില്ല, ഞാൻ എന്താ പടം ഒരു പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം ആ പടം എന്നെ കാണിപ്പിച്ചു പുള്ളി. അതിൽ ഇന്ത്യൻ 3Dയും കുറേ കിടപ്പുണ്ടായില്ല, അതൊക്കെ ഷൂട്ട് കഴിഞ്ഞാന്ന് തോന്നുന്നു. പടം കണ്ടു, 2ാമത്തെ പ്രാവശ്യം കണ്ടു. വേളിച്ചേട്ടനെ മാറ്റിയത് തന്നെ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഒരിക്കലും നടക്കുന്ന കാര്യമില്ല, ജീവിതത്തിൽ പറ്റില്ല. എന്നോട് കാണാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് അതുവരെ പറഞ്ഞിട്ടില്ല. വേണു സാറിൻ്റെ ഇതുവരെ ഷൂട്ട് ചെയ്ത സാധനങ്ങളല്ലേ കാണിച്ചേക്കുന്നത്? ഷൂട്ട് ചെയ്ത സാധനങ്ങൾ അതിൽ മറ്റേ മൊത്തം പടം ഓക്കെ. കണ്ടു കഴിഞ്ഞ് അവർ ഷൂട്ടിങ്ങിൽ വിളിച്ചു, പറഞ്ഞു വേണു സാറിൻ്റെ ചെയ്തു, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ ആയി, സൈൻ ചെയ്തു. കമൽ സാർ വന്ന് പരിചയപ്പെടുത്തി. അടുത്ത സാറ് ചോദിച്ചിട്ടുള്ളത് എവിടെ സ്വദേശം മലയാളത്തിലാണ് സാർ, എറണാകുളം സാർ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യണം. അത് കഴിഞ്ഞ് പുള്ളി അങ്ങ് പോയി. പിന്നെ നമ്മൾ പുള്ളി ഒരു കോമ്പിനേഷൻ സീൻ നടന്നു വന്ന് സംസാരിച്ച് പോകണത്. അത് കഴിഞ്ഞ് പുള്ളി അവിടെ സെപ്പറേറ്റ് പുള്ളിക്കൊരു കസേരയൊക്കെ ഉണ്ട്, അവിടെ ഇരുന്ന് ഗുഹയ്ക്കകത്ത് അവിടെ കുറേ പട്ടാളക്കാരൊക്കെ ഉണ്ട്, നല്ല ചൂടുമുണ്ട്. പുള്ളിയോട് എനിക്കൊന്നും സംസാരിക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷെ പുള്ളി ഒന്ന് ശ്രദ്ധിച്ചാലല്ലേ, ചെന്ന് കഴിഞ്ഞാൽ ചൂടാകും, അങ്ങനെ ഒന്നും അറിയില്ലല്ലോ എന്താ ക്യാരക്ടറൊന്നും. പുള്ളിയുടെ 2 ഫോറിനേഴ്സ് ഉണ്ട് മേക്കപ്പ്മാർ, അവരുണ്ട് കൂടെ, ഒരു അസിസ്റ്റൻ്റ് കൂടെ ഉണ്ട്, മുത്തു സാർ എന്ന് പറഞ്ഞ മാനേജറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പൊസിഷൻ മാറ്റിയപ്പോൾ പുള്ളി ഇറങ്ങി വന്നിട്ട് അതുപോലെ വന്നു, എൻ്റെ അടുത്തായിട്ട് വന്ന് നോക്കി ചിരിച്ചു. ഞാൻ നമ്മൾ എനിക്ക് വളരെ ഒരു ഭാഗ്യമാണ് സാറിൻ്റെ കൂടെ. ആഹാ, പിന്നെ കൂടുതൽ എന്ത് ചെയ്യുന്നു. ഞാൻ പ്രിയൻ സാറിൻ്റെ ലൊക്കേഷനിൽ ഞങ്ങൾ പോയത്, കൊറോണ പേപ്പേഴ്സ്. നമ്മൾ പ്രിയൻ സാർ പ്രിയൻ എറണാകുളത്തുണ്ടോ അങ്ങനെയൊക്കെ സംസാരിച്ചു. പിന്നെ പുള്ളി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നു, പുള്ളി പാട്ട് പാടാൻ തുടങ്ങി, ഗംഭീരമായിട്ട് പാടും. പുള്ളിയുടെ പടത്തിലെ എല്ലാ പാട്ടും, ആയില്യം പാടത്തെ പിന്നെ മറ്റേ കൃഷ്ണവർഷ കിളിയിലച്ചു, മറ്റേ ആനന്ദം പരമാനന്ദത്തിൽ എന്തുട്ടാണ് മലയാളം അതെല്ലാം പാടി. പിന്നെ കുറേ കോമഡിയും കലാഭവമണിയുടെ ചില കോമഡി കഥയൊക്കെ ഞാൻ പറഞ്ഞു, പുള്ളി അതൊക്കെ ചിരിച്ചു. പിന്നെ പുള്ളി കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു, അങ്ങനെ. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler.